ഹായ് ഹലോ നമസ്കാരം. ശ്രേയാ ഘോഷാൽ ലൈവ് ഇൻ കോൺസെർട്ട് നമ്മുടെ അഡ്ലെക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് വെൽവെത്ത് ഗ്രൂപ്പിൻ്റെ MFTയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഇഫ്സാൻ ഹസീബ് സാറാണ്. സാർ നമസ്കാരം, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. അപ്പോൾ ആദ്യമേ തന്നെ എത്ര വർഷമായി സാർ ഈ ഇൻഡസ്ട്രിയിൽ? നമ്മൾ ഓൾമോസ്റ്റ് 50 years ആയി. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഇത് തുടങ്ങിയത്. ഓ അത് ശരി, വലിയ അത്രയും വർഷത്തെ പാരമ്പര്യമാണുള്ളത്. വൺ ഓഫ് ദ ഫസ്റ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ആണ് ഇൻ സൗത്ത് ഇന്ത്യ. ഈ MFT എന്ന് പറയുന്ന ഒരു ടെക്നോളജി തന്നെ നിങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം അവൈലബിൾ ആയതിന്റെ റീസൺ എന്ന് പറയാമോ? റീസൺ വെച്ചാൽ നമ്മൾ സാധാ പൈപ്പ് എല്ലാവരും കിട്ടും, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള പൈപ്പുകൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊരു കൺസ്യൂമറും ആണ്, കൂടാതെ ഒരു മാനുഫാക്ചർ ആകുമ്പോൾ എന്താണ് ബാക്കി കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അത് പരിഹരിച്ച് കൊടുത്താണ് MFTയുടെ വന്നേക്കുന്നത്. അപ്പോൾ സാധാരണ പൈപ്പിൽ കൂടെ പോകുമ്പോൾ വെള്ളം നല്ല റഫായിട്ടാണ് പോണത്, അത് നമുക്ക് അറിയില്ല. അപ്പോൾ ഉള്ളിലത്തെ ഫിനിഷ് ആണ് ശരിക്കും മിറർ ഫിനിഷ് ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളിൽ ഫിനിഷ് നല്ല ഫിനിഷാക്കി മാറ്റുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ജനങ്ങളിലേക്ക് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പറയുകയാണ്, എന്തൊക്കെയാണ് MFTയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ? ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ വീട് എടുക്കുകയാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ അതിനുള്ളിൽ കൂടെ നല്ല ഫൗൾ സ്മെല്ലും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ക്ലോഗിങ് ഉണ്ടാവണം. ഇതെല്ലാം ഒരു റീസൺ എന്ന് വെച്ചാൽ പൈപ്പിനകത്ത് റഫ് സർഫസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ റഫ് സർഫസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ അത് ഡേർട്ട് അഡിയറൻസ് വരും, ഇതെല്ലാം വരും സംഭവിക്കുന്നത്. അപ്പോൾ ഡേർട്ട് അഡിയർ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ക്ലോഗിങ് കൂടും. ക്ലോഗിങ് കൂടുമ്പോൾ പമ്പിന്മേലെ ലോഡ് അതും കൂടുക ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും മെച്ചം എന്താ? ഒന്നുമില്ല. അത് സാധാരണ ഒരു കസ്റ്റമർ നോക്കുമ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുന്നു, ഇലക്ട്രിസിറ്റി കോസ്റ്റ് കൂടുന്നു, ഇങ്ങനെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ MFT വരുമ്പോൾ അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. ഈ ഉള്ളിലത്തെ ഫിനിഷ് ആയി ആ ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് തന്നെ അവിടെ ഡേർട്ടോ ഹെഡൻസോ കയറി നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലോഗിങ്ങോ അങ്ങനത്തെ സംഭവം ഉണ്ടാവണില്ല. അപ്പോൾ ഇയർ ഓൺ ഇയർ ശരിക്കും പറഞ്ഞാൽ യു ആർ ആക്ച്വലി സേവിങ്. കാരണം ഈ പമ്പിന്മേൽ ലോഡ് കുറയാ ചെയ്യണം. നമുക്ക് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അതിനകത്ത് 30% ആണ് ലാഭിക്കുക എന്നതാണ് നമുക്ക് പ്രൂഫിങ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സാധാരണ കസ്റ്റമർ കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ്. ഹെൽത്തും ഉണ്ട്. ഇൻഡസ്ട്രിയിൽ ഓൾറെഡി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കോമ്പറ്റീറ്റേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. സോ വൈ ഡു യു തിങ്ക് ലൈക്ക് കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിൽ ഈ ഒരു MFT ഡസന്റ് റീച്ച്, അല്ലെങ്കിൽ വൈ ഡോണ്ട് ദേ പ്രിഫർ എന്നുള്ളതെന്ന് പറയാമോ? കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് സ്റ്റൈൽ, നമ്മുടെ മെന്റാലിറ്റി ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ആണ്. ഇപ്പോൾ സാധാരണ ബാക്കി ഒരു മാനുഫാക്ചറേഴ്സ് പറയുന്നത് ആക്ച്വലി ബൈ എ മെഷീൻ ഫ്രം സംവേ അതിൻ്റെ പൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ വെച്ചാൽ നമുക്ക് സ്വന്തം തന്നെ R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹെഡ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, കാഡ്രോസ്, ഇതെല്ലാം ഉള്ള ഒരു മേഖല നമുക്കുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു മേഖല വേറൊരു എന്താ പറയുക മാനുഫാക്ചേഴ്സ് ഇല്ല. ഒരു സാധനം വാങ്ങിക്കും, ഒരു മെഷീൻ വാങ്ങിക്കണം, കിട്ടണം, പൈപ്പ് ഉണ്ടാക്കണം, വിൽക്കണം, സംഭവിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് അച്ചീവ്മെന്റ്സ് നമുക്ക് കടന്നു വരുമ്പോൾ അത് വലിയ സന്തോഷമാണ്. അപ്പോൾ അത്തരത്തിലൊരു നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പ്ലീസ്. അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. നമുക്കിത് കിട്ടിയ ഒരു ലിങ്ക് വന്ന് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പോസ്റ്റ് ചെയ്തിട്ടു. അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസും കൊടുത്തു കിട്ടും. ഒരു ദിവസം എൻ്റെ ഫാദർ വിളിക്കാൻ കുറേ കോൾ തന്നെ എന്താ മനസ്സിലാണെന്ന് വിളിക്കുകയാണ്. അപ്പോൾ ചോദിച്ച് മെയിൽ നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആൻഡ് ഫണി തിങ് വെച്ചാൽ നമ്മൾ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ കണ്ടു വെച്ചാൽ MSMEs ആരുമില്ല. അവിടെ MSMEs അല്ലാണ്ട് ഈ പറഞ്ഞ ഗവൺമെന്റ് ഫണ്ടഡ് ലാബോറട്ടറീസും അങ്ങനത്തെ ആൾക്കാരേ ഉള്ളൂ. അത് ISRO, ശ്രീചിത്ര, ഇങ്ങനത്തെ പല പല ആൾക്കാർ, അത് സയന്റിസ്റ്റുകൾ നമുക്ക് ഇരിക്കുന്നത് അവിടെ നമ്മളിവിടെ മാറിയിരിക്കുക, MSME ആയിട്ട് മാറിയിരിക്കുക. അപ്പോൾ ഇത് ഓൾ ഇന്ത്യ നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. വേറെ ആരും ഇല്ല. കോമ്പറ്റി ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷെ ആരും വന്നിട്ടില്ല അവിടെ. ആ ഒരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെ ആയിരുന്നു. ഒപ്പം തന്നെ വെൽവെത്ത് ഒരു ഇന്നോവേറ്റീവ് കമ്പനിയാണെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അത് നമ്മുടെ ഒരു മെന്റാലിറ്റി, ഞാൻ പറഞ്ഞ ഒരു മെന്റാലിറ്റി അല്ലേ. കാരണം നമുക്ക് എപ്പോഴും ഒരു പുതിയ സാധനം ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത നമ്മൾക്ക് എനിക്കുള്ള എൻ്റെ ഫാദറിനല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രോഡക്ട്സ് ഇപ്പോൾ നമ്മുടെ MFT മാത്രമല്ല, നമ്മുടെ ടാങ്ക് ഉണ്ട്, സക്ഷൻസ്, ഗാർഡനോസ്, കോൺടാക്ട് പൈപ്പ്, സോൾവൻസ്, ഇതെല്ലാ പ്രോഡക്ട്സും ഇതെല്ലാത്തും യൂണിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു യൂണിക്നെസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇന്നോവേഷൻ വാക്ക് ഓട്ടോമാറ്റിക് അവിടെ വന്നു കഴിയും. സാർ, അപ്പോൾ എന്തായാലും നമ്മുടെ റെഡ് എഫ്എമ്മിൻ്റെ ലിസണേഴ്സിനോട് പ്ലസ് നമ്മുടെ ഡിജിറ്റലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്? പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ വീട് വയ്ക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നോക്കുക, ബ്രാൻഡ് മാത്രം നോക്കിയിട്ട് പോരാ.
കാലത്തെ സ്വപ്നമാണ്. അതാണ് എക്സാക്ട്ലി ലൈഫ് ലോങ് ഒരു ആഗ്രഹമാണ് ഒരു വീടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡോണ്ട് കോംപ്രമൈസ് ദാറ്റ്. അത് പഠിക്കൂ. കാരണം ഇപ്പോൾ നെറ്റ് അവൈലബിൾ ആണ്. യു ക്യാൻ സീ വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഡക്ട്സ് അവൈലബിൾ. അത് നോക്കിയിട്ട് നല്ല വീട് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. അത്ര പറയാനുള്ളത്. അപ്പം ഒപ്പം സാർ നമ്മുടെ SG ലൈവ് കോൺസെർട്ടിനെ കുറിച്ചിട്ട് ശ്രേയ ഘോഷാലിൻ്റെ എന്താ വലിയൊരു സംഗീത നിശ നടക്കാനായിട്ട് പോവാണ്. അപ്പോൾ സാർ പറയൂ. അതിൻ്റെ ആവശ്യമുണ്ടോ? എക്സൈറ്റ്മെന്റ് ആണ്. Definitely. അതിന്റെ ആവശ്യമില്ല. അടിപൊളിയല്ല. കാത്തിരിക്കുകയാണ് അപ്പോൾ. നൈസ് ഇനിഷ്യേറ്റീവ് ബൈ റെഡ് FM. Thank you, sir. Thank you so much. ആൻഡ് ഇനിയും വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവരൂ. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും വലുത് ഇനിയും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ Same to you, same to ആൻഡ് കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കും. താങ്ക് യു സോ മച്ച്.